എൻ്റെ ബിഗ്ഗസ്റ്റ് ഇൻസെക്യൂരിറ്റി ആണ് എൻ്റെ ലാംഗ്വേജ്. ഞാൻ പറയുന്ന ഈ മലയാളം. ഹേ ഓൾ, ഐ എം ഗുൽഷാദ്. ഐ ബിലോങ്സ് ടു കൂർ. ഞാൻ കുറേ നാളായി എൻ്റെ വീഡിയോസിന് വോയിസ് ഓവർ കൊടുക്കാത്ത. ഇപ്പോൾ ആദ്യം സ്റ്റാർട്ടാക്കുമ്പോൾ ഒരു ഐഡിയ പോലും ഇല്ല. ബട്ട് ഐ ഹാവ് ടു സ്റ്റാർട്ട്. എന്താണെന്ന് വിചാരിച്ചാൽ അതെ, കോണ്ടന്റ് ക്രിയേഷൻ ജേർണി. ഐ ഡോണ്ട് നോ ഹൗ ടു സ്റ്റാർട്ട് അഗെയിൻ, ബട്ട് ലെറ്റ് സ്റ്റാർട്ട്. ബട്ട് ഞാൻ ട്രൈ ആക്കിയില്ലെങ്കിൽ അതൊരു റിഗ്രറ്റ് ആയിട്ടുണ്ടാവും. ബേസിക്കലി എൻ്റെ ഒറിജിനൽ കോണ്ടന്റ് കുക്കിംഗ് ആൻഡ് ഷെയറിംഗ് റെസിപ്പീസ് വിച്ച് ഐ ലൈക്ക്. പിന്നെ എക്സ്പ്ലോറിംഗ് സം പ്ലേസസ് വിച്ച് മീൻസ് ലിറ്റിൽ മോർ ട്രാവലിംഗ്. ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ എടുക്കുമ്പോൾ ആ പ്ലേസ് എക്സ്പ്ലോർ ആക്കുന്നതാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ എൻ്റെ ബിഗ്ഗസ്റ്റ് ഇൻസെക്യൂരിറ്റി ആണ് എൻ്റെ അൺക്ലിയർ മലയാളം. ഞാൻ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവാത്ത മലയാളം. ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുമെന്നുള്ള അൺകംഫർട്ട്നെസ്. മുമ്പ് ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുമെന്ന് പോലും ടെൻഷൻ എടുക്കാതെ ഞാൻ ഇപ്പോൾ അതേ ഒരു റീസണിൽ ഒരു അണ്ടർ കോൺഫിഡൻറ്റ്. വൈ ഐ ഡോണ്ട് നോ. ഓക്കെ, എനിക്ക് എങ്ങനെയും അതുപോലെ ഞാൻ ഷെയർ ആക്കാം. മനസ്സിലാവാത്തവർ കമൻറ്റ് ചെയ്യാം, ഇഷ്ടമില്ലാത്തവർ സ്ക്രോൾ ചെയ്യാം. പിന്നെ മലയാളത്തിൽ എന്തിനാണ് കോണ്ടന്റ് ക്രിയേറ്റ് ആക്കുന്നതെന്ന് ചോദിക്കേണ്ട, അതും ഒരു സ്മോൾ സ്റ്റോറിയാണ്. ഞങ്ങൾക്ക് അറിഞ്ഞാലും അറിയാത്തയാളും കുറച്ചൊക്കെ ആൾ ചോദിക്കാറുണ്ട്, എന്താ ഇപ്പോൾ വീഡിയോസിന് ഇടാത്തേ, എന്തായി, എന്ത് സംഭവം അങ്ങനെ. അപ്പോൾ അൽഹംദുലില്ലാ ആരെങ്കിലും ഉണ്ടല്ലോ എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കാനുള്ളത്. അതേപോലെ മനസ്സിലൊരു ചെറിയൊരു ഹാപ്പി ഫീലായി. അപ്പോഴാണ് ഞാൻ എന്നെ ക്വസ്റ്റ്യൻ ആക്കിയത്. അല്ലെങ്കിലും ഞാൻ എന്തിനാ വീഡിയോസ് ഇടാത്തേ? ഒന്ന്, സമയം കുറവായിക്കൊണ്ടായിരിക്കും. സെക്കൻഡ്, സഡൻലി ഒരു ആൾക്കാർ എന്ത് പറയുമെന്നുള്ള അണ്ടർ കോൺഫിഡൻസ്. തേർഡ്, എൻ്റെ അൺക്ലിയർ മലയാളം. പിന്നെ ഫോർത്ത്, മെയിൻ ആയിട്ടുള്ളത് ചെറിയൊരു ലേസിനെസ്, അല്ലെങ്കിൽ വല്ലാത്തൊരു മടുപ്പായിപ്പോയി. ഇതാണ് എൻ്റെ മെയിൻ പ്രശ്നം. ഇനി കുറച്ച് കൺസിസ്റ്റൻ്റ് ആവാൻ ട്രൈ ആക്കാം ഇൻഷാല്ലാ. ഐ ഹോപ്പ് യു ഗൈസ് ആർ ലൈക്ക് മൈ വീഡിയോ. ഇഫ് യു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഫോളോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.